നമ്മളെ പിക്ക് ചെയ്യാൻ ആരും വന്നില്ല. നമ്മളെ പിക്ക് ചെയ്യാൻ വന്നതൊരു റോബോട്ടാണ്. എന്താ റോബോട്ട് ഡ്രൈവ് ചെയ്ത് ഞാൻ ലൊക്കേഷനിൽ എത്തിച്ചിട്ടുണ്ട്. Have the cameras here for your motions, for your body motions, and you can just and do this. Just squeeze your hand and so everything so. അടുത്ത ഡ്രോൺ വെയിറ്റ് ചെയ്ത് നോക്കി മേലെ ആൾക്കാർക്ക് ഹരായി. എല്ലാരും ഇത് കാണാൻ വേണ്ടി മാത്രം ഓർഡർ ചെയ്യുന്ന അവസ്ഥയായി. എല്ലാവരും കാണാൻ വേണ്ടി മാത്രം. This Apple Watch? Yeah, copy. Copy. Apple Watch. Yeah. Copy. Yeah, copy. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ചൈനയുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ആവുകയാണ്. നമ്മുടെ ഹോസ്റ്റലിന് ജസ്റ്റ് വെക്കേറ്റ് ചെയ്ത് വെരി ഏർലി മോർണിംഗ് ആണ്. എനിക്ക് ഷെൻസണിലേക്ക് പോകാനുണ്ട്. 6:45 ട്രെയിൻ. ഇവിടെ നേരെ 1/2 മണിക്കൂറുണ്ട്. മെട്രോ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ദീദി ബുക്ക് ചെയ്തു. പിന്നെ ഇവിടെ ഒരു 7-Eleven പോലത്തെ ആണെന്ന് തോന്നുന്നു, അതുപോലത്തെ ഒരു ഷോപ്പുണ്ട്. അവിടെ വന്നിട്ട് കുറച്ച് വെള്ളവും ഇതൊക്കെ വാങ്ങിച്ചു. ഇനി ബാക്കി അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാം. മെയിനായിട്ട് നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ ആണെന്ന് എടുക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ വി ജസ്റ്റ് ഗോട്ട് ഇൻ DD ആൻഡ് DD ആപ്ലിക്കേഷൻ ബുക്ക് ചെയ്തു. അറൗണ്ട് 65 ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. ഗങ്സു സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആട്ടോ. ചെക്ക് ഇൻ ചെയ്തിട്ട് ഉള്ളോട്ട് എത്തിയാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല, അതൊരു എയർപോർട്ടാണെന്ന് പറയണ്ടോ. ഗംഭീര സെറ്റപ്പ്. നമ്മളൊരു എയർപോർട്ടിനേക്കാളും വലിയ സെറ്റപ്പ് ആട്ടോ അത്. 6:45 എൻ്റെ. അപ്പൊ ഇത്രയും വലിയൊരു സെറ്റപ്പും കുറെ ഗേറ്റ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാവും. നമ്മൾ കുറെ നേരത്തെ എത്താം, എന്നാലേ നമുക്ക് ഇവിടെ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ഗേറ്റ് ഇപ്പൊ ഏകദേശം A8 ആണ്. 6:45 ട്രെയിനാണ്. ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് പോകണേ കയറാൻ പറ്റും. എനിക്കിതാ ഞാൻ ബുക്ക് ചെയ്തിരുന്നത് ഗോങ്സൂന്ന് ഷെൻസണിലേക്ക് പോകുന്ന ഒരു ബുള്ളറ്റ് ട്രെയിനാണ്. 45 മിനിറ്റ്സ് ഉള്ളൂ. ഞാൻ പറഞ്ഞ ഒരു trip.com എന്ന് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ 12306 എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് ബുക്ക് ചെയ്യുക. ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പ് വിൽ ബി മോർ, നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതായത് നമ്മളെ കാർഡ്സ് അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് വേറെ ചൊറകളൊന്നുമില്ല. പക്ഷെ 12306 ഇവർ ഒഫീഷ്യൽ ആപ്പാണ്. അതിന് സർവീസ് കോസ്റ്റ് ഉണ്ടാവില്ല. trip.com ചെയ്യുമ്പോൾ ചിലപ്പോൾ സർവീസ് കോസ്റ്റ് ഉണ്ടാവും. 10 dirham 14 dirhams ഒക്കെ പെർ ടിക്കറ്റ്സിന് ഉണ്ടാവും. പക്ഷെ അതിൽ നമ്മളെ ID വെരിഫിക്കേഷനൊക്കെ കുറച്ച് ഡേയ്സ് എടുക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം അത് ഇവിടെ ലോക്കൽ ചൈനീസ് IDയിലാണ് പെട്ടെന്ന് വർക്കാവുക. നമുക്ക് രജിസ്റ്റർ അല്ലെങ്കിൽ നേരത്തെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നടക്കും. കുറച്ചൊരു പൈസ നമുക്ക് സേവ് ചെയ്യാനും പറ്റും. നല്ല ഡിഫറൻസ് ഉണ്ടെന്നാണ് കേട്ടത്. പ്രൈസിലൊക്കെ അല്ല സർവീസ് കോസ്റ്റ് ഉണ്ടാവില്ല. അപ്പം 12306 ചെയ്യുന്നവർ കുറച്ച് നേരത്തെ ചെയ്യാം. പിന്നെ ടിക്കറ്റ്സ് നമുക്കൊരു 15 ദിവസം മുമ്പുള്ള ടിക്കറ്റ്സ് വരെ ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു മാസം മുമ്പുള്ള ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു 15 ദിവസം വരെ ഉള്ളൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാ സ്ഥലത്തും പാസ്പോർട്ട് കൊണ്ടുപോകണം. പാസ്പോർട്ട് വീട്ടിലൊന്നും വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണ്ട. പാസ്പോർട്ട് വെരിഫിക്കേഷൻ വഴി നമുക്ക് ഉള്ളോട്ട് കയറാൻ പറ്റും. ജസ്റ്റ് ഗോ ആൻഡ് ഡു എ ചെക്ക് ഇൻ. ഇതാണ് നമ്മളെ ബുള്ളറ്റ് ട്രെയിൻ കേട്ടോ. നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് കാണിച്ചാൽ ഇപ്പം കയറുമ്പോൾ ആളൊന്നും ഉണ്ടാവില്ല. ഇതാണ് ബോഗി 5 ആണ് എൻ്റെത്. അതിൽ A01 ആണെന്ന് തോന്നുന്നു. മൈ ഗോഡ്, ആരുമില്ല. രക്ഷപ്പെട്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പോവാം. സോ Fഉം Bയും നമ്മളൊരു ഫ്ലൈറ്റ് സെറ്റപ്പ് തന്നെ. ABCD. A വിൻഡോയിലാണ് വരിക, C അയലിലാണ് വരിക ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര വൃത്തിയുണ്ട് കേട്ടോ. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള സ്ഥലം കൂടി കാണിച്ചു തരാം. നമുക്കിവിടെ ജസ്റ്റ് ഒരു ഹാങ്ങർ ഉണ്ട്. പിന്നെ സീറ്റ് നമുക്ക് അതുപോലെ പുറകോട്ടേക്ക് ചെയ്യാനും ആക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് എല്ലാം ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ നമുക്ക് സീറ്റ് ഇവിടെ വെക്കാനുള്ള സംവിധാനം ഉണ്ട്. നൈറ്റ് വേറെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീപ്പർ ക്ലോസ് എല്ലാം അതും കാണിച്ചിടാം. കാരണം ഇങ്ങനത്തെ തന്നെ ലോങ് ഡിസ്റ്റൻസിൽ എടുക്കരുത്. നമുക്ക് ഫ്ലൈറ്റിൽ ഇരിക്കുന്നവർ ഇരുന്ന് പോകേണ്ടി വരും. സ്ലീപ്പർ എടുത്തില്ലെങ്കിൽ നമുക്ക് ലോങ് ജേർണിയേഴ്സ് ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാം ബുള്ളറ്റ് ട്രെയിൻസ് എല്ലാം കൂടി മനസ്സിലാക്കുക. അവിടെ ഓർഡിനറി ട്രെയിൻസ് ഉണ്ട്, ബുള്ളറ്റ് ട്രെയിൻസ് ഉണ്ട്, G5 G4 എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വേരിയൻസ് ഉണ്ട് കേട്ടോ അവർക്ക്. അപ്പം നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ബുള്ളറ്റ് ട്രെയിൻ ടു ഷെൻസൺ ഫ്രം ഗോങ്സു. അവിടെ പോകുന്നത് ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി എന്നറിയപ്പെടുന്ന ഷെൻജനിലേക്കാണ്. നമ്മൾ എന്തുകൊണ്ട് ഷെൻജനിൽ പോകുന്നതൊക്കെ ഉള്ളത് ഷെൻജനിലെത്തി നിങ്ങൾക്ക് മനസ്സിലാവും, കാണിച്ചു തരുന്നുണ്ട്. 1 ഡേ ഉള്ളൂ നമ്മളെ കയ്യിൽ. നമ്മൾ ഇന്ന് ഈവനിങ് തന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പം അവിടെ മാക്സിമം എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. എപ്പിസോഡ് മിസ്സാക്കണ്ട. ഡ്രോൺ ഡെലിവറി, ഡ്രൈവർലെസ് ടാക്സി, പിന്നെ റോബോട്ടുകളുടെ ഒരു കളിയാണ് അവിടെ. അപ്പോൾ അതിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിയെ കാണാം. ഇപ്പൊ കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് 215 km/h ആണ് കേട്ടോ. 100 km/h പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ്. നമ്മള് കൃത്യം എയർ കിട്ടും. 7:30 എന്ന് പറഞ്ഞ 7:30 നമ്മൾ ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. ഷെൻസൺ നോർത്തിലാണ് ലാൻഡ് ചെയ്തത്. ഇനി നമ്മൾ ഇവിടുന്ന് A2 എക്സിറ്റ് എടുത്ത് നോക്കാം. ഞാനിന്ന് ആക്ച്വലി ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് റൂം എടുത്തിട്ടില്ല. സോ ലഗേജ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ലഗേജ് സ്റ്റോറേജോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കട്ടെ. സ്റ്റോറേജ് ലഗേജ് എവിടെയെങ്കിലും വെച്ചിട്ട് പോകാൻ വെച്ചാൽ, കാരണം ഇന്നൊരു റൂം എടുക്കാത്തതുകൊണ്ട് ഒരു ഹാഫ് ഡേ അല്ല നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങി വന്ന് നോക്കി ഇവിടെ എല്ലാ സംവിധാനം ഉണ്ട് കേട്ടോ. സ്റ്റോറേജ് നമുക്ക് സെൽഫ് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. 2 കമ്പനീസിന്റെ ഉണ്ട്. അതിൻ്റെ അത് നമ്മൾ Alipay അല്ലെങ്കിൽ WeChat ഉപയോഗിച്ചിട്ട് ഇത് സ്കാൻ ചെയ്യാം. എന്നിട്ട് നമ്മളൊരു ഡെപ്പോസിറ്റ് എമൗണ്ട് അതിനകത്ത് ഇടണം.
ഇതിൻ്റെ അകത്ത് സ്മോള് മീഡിയം ലാർജ് 3 ഓപ്ഷൻ ഉണ്ട്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോളിൽ 2 യുവാൻ പെർ ഹവർ ആണ്. ഒരു ദിവസം മൊത്തം 16 യുവാൻ ആവും. മാക്സിമം 16 യുവാൻ കൊടുത്ത് ഒരു ദിവസം മൊത്തം വെക്കാൻ പറ്റും. ഇതിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു 25 യുവാന്, ലാർജ് ആണെങ്കിൽ 30. നമ്മളെ ബാഗ് വെച്ച് നമുക്ക് ലാർജ് വേണ്ടി വരും. നെക്സ്റ്റ് കമ്പനിയുടേത് എങ്ങനെയാണെന്ന് അറിയില്ല. ബട്ട് ഇറ്റ്സ് എ ഗുഡ് ഇനീഷ്യേഷൻ അല്ല. ഇതൊക്കെ എല്ലാ സംവിധാനം ഉണ്ടാവും കേട്ടോ ഇവരുടെ അടുത്ത്. അങ്ങനെ അടിപൊളിയാണ് വരെ. അപ്പൊ ഏതോ ഒരു ഡോർ ഓപ്പൺ ആവുമെന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ. അങ്ങനെ നമ്മള് 2 ബാഗും ഇതിനകത്ത് കയറ്റി ലാർജ് ആണ് എടുത്തത്. 30 യുവാൻ കട്ടായി. ഇപ്പം 30 യുവാനില് പെർ ഹവർ 5 അങ്ങനെയാണ്. പക്ഷെ മാക്സിമം 30 കട്ടാവുള്ളൂ, അതിന്റെ മേലോട്ട് കട്ടാവില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഈ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വെച്ചു. തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് വേണം പോകാൻ. വരുമ്പോൾ ഇതേപോലെ എനിക്കൊന്ന് വീണ്ടും സ്കാൻ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് അത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത്. അപ്പൊ നമ്മൾ UN നമ്പർ തന്നെ വെച്ചിട്ട് ഔതന്റിഫൈ ആയിട്ടുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ജസ്റ്റ് 24 hours വരെ ഇവിടെ സ്റ്റോർ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തൊരു എക്സ്ചേഞ്ച് കണ്ടപ്പോൾ അവിടെ നിന്ന് മാറ്റാന്ന് വിചാരിച്ചു. അപ്പം നമുക്കിവിടെ ഫുൾ ക്യാഷ്ലെസ് ആയിട്ട് പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു എമർജൻസിക്ക് നമ്മൾ കുറച്ച് കൈ ക്യാഷ് വെക്കുന്ന നല്ലതാണ്. അധികമൊന്നും മാറ്റിയില്ല, ഒരു $100 ആണ്. അപ്പൊ ഇവിടെ കുറച്ച് കുഴപ്പമില്ലാത്ത റേറ്റ് കിട്ടി. അതായത് ഏകദേശം 658 വന്നിട്ടുള്ളത്. 658 എന്ന് പറയുന്ന സമയത്ത് ആസ് പെർ ഗൂഗിൾ നമുക്കൊരു 22 യുവാന്റെ നഷ്ടമുള്ളത്. അതായത് 10 dirhams ആ റേഞ്ചിൽ വെച്ച് ഓക്കെ. നമുക്ക് അവിടെ നിന്നുള്ള മാറ്റം കഴിഞ്ഞാൽ 47 dirhamsന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഞാൻ ഡോളർ കൊണ്ടുവരുന്നത്. ഡോളർ ഈസ് ദ ബെസ്റ്റ്, നല്ല റേറ്റിന് കിട്ടാതാണ്. അപ്പൊ ഇതാണ് UAE ഇവരുടെ കറൻസി കേട്ടോ. കറൻസി കൺട്രോൾ ഷീ ജിൻപിങ് ആയിരിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് പുള്ളിയുടെ ഫാദർ ആണെന്ന് അറിയില്ല. ഇവിടുത്തെ ഒരു മെട്രോന്റെ പ്രത്യേകത ഉണ്ടോ? ലോ ടെമ്പറേച്ചർ മതി ഇങ്ങോട്ട് കയറാം, മോഡറേറ്റ് ടെമ്പറേച്ചർ വേണേൽ ഇങ്ങോട്ട് കയറാം. കുറച്ച് തണുപ്പിനനുസരിച്ചിട്ട് മെട്രോ 2 തരത്തിന് തണുപ്പും വേണ്ടവർക്കും വേണ്ടാത്തവർക്കും വേണ്ടിട്ട് വരെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവരുടെ ഒരു മെയിൻ ഹുവാവിയുടെ സ്റ്റോറ്. അതായത് മിറ്റ്സ്ക്യൂ എന്നാണ് ഈ മാളിന് പറയുന്നത്, MIHC. ഈ മാള് ഹൈടെക് പാർക്കിന്റെ അവിടെ മെട്രോ ഇറങ്ങിയ ഡയറക്റ്റ് ഈ മാളിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് കുറെ സംഭവങ്ങൾ അനൗൺസ് ചെയ്യുന്ന ടീമാണ്. എനിക്ക് തോന്നുന്നത് കാറ് മാത്രമുള്ളവരും ആദ്യത്തെ കാറിന്റെ ഷോറൂം ആണെന്ന് തോന്നുന്നു. സോ ഇത് നമുക്ക് ട്രിപ്പിൾ ഫോൾഡ് വരെയുള്ള സാധനം ഇറങ്ങിയിട്ടുണ്ടോ നോക്കി. ഹുവാവി ഇറക്കിയ പല സാധനങ്ങളും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ചൈന മെയിൻലാൻഡിൽ മാത്രമേ ഉള്ളൂ പോലും. Can you fold it like how it will be folded? Oh, okay. That shape. ഞാനിപ്പോൾ വെച്ചിരിക്കുന്നതാ ഒരു സാധാ ഗ്ലാസ് അല്ല കേട്ടോ. ഹുവാവിയുടെ നമ്മൾ മെറ്റാ ഗ്ലാസ് പോലെയുള്ള ഹുവാവിയുടെ ഗ്ലാസ് ആണ്. ഇതുണ്ടോ, ഞാൻ എങ്ങനെ തിരുന്നതിനനുസരിച്ചിട്ടൊക്കെ അതാവും. അപ്പം എനിക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കാനും പറ്റില്ല. എൻ്റെ ജസ്റ്റ് സൈഡിൽ ബട്ടൺ കൊടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഏതാ ഇവിടെ ഫോട്ടോ ആയിട്ട് വരികയും ചെയ്യും കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി സംഭവം. ഇതിൽ പല സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇവന്മാർ കൈയൊക്കെ വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്ന നോക്കി അതിൻ്റെ മോഷൻസിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര ടെക്നോളജി അഡ്വാൻസിലെ സാധനങ്ങളാണ് കേട്ടോ മൊത്തം. അപ്പോൾ ഞാൻ മെയിനായിട്ട് വന്നത് ഹുവാവിയുടെയും DJയുടെയും സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്, ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നത് ഹുവാവി പുറ ആണെന്ന് തോന്നുന്നത്. യെസ്, പുറ 90 Pro ഷെയ്ഖ് ഹംദാനൊക്കെ ഫോട്ടോ എടുത്ത് ഭയങ്കര വൈറലായ സാധനം. യെസ്, എങ്ങനെയുണ്ട് എൻട്രി? അതായത് തൊട പോലും വേണ്ട കേട്ടോ. നമ്മളെ സൈഡിലുള്ള ക്യാമറ മോഷൻ വെച്ചിട്ട് വണ്ടി ഓപ്പൺ ആവുന്ന, കയറി ബ്രേക്കിൽ ഞാൻ കാല് വെച്ചാൽ വണ്ടി ക്ലോസ് ആവും. നെക്സ്ട്രോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ S800 മോഡലാണ് കേട്ടോ ഇത്. ఎంత രസം നോക്കി ഇതിന്റെ കളറ്. ഇവർ ആക്ച്വലി റോൾസ് റോയ്സ് ഫീൽ ഉണ്ട്. ഇവർ പറയുന്നത് മെയ്ബാക്കിന്റെ ഒരു മോഡൽ, മെയ്ബാക്കിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇറക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞത്. എന്താ സ്ക്രീൻ പ്രസൻസ് നോക്കി നിങ്ങൾ. അതായത് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് വേറൊരു കൺട്രോള്, നമുക്കൊരു കൺട്രോൾ ഉണ്ട്. പിന്നെ എന്റെ ഫോൺ കണ്ടോ, ഇത് വയർലെസ് ചാർജറാണ്. ഞാൻ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്റെ ഫോൺ ചാർജ് ആവാൻ തുടങ്ങി. പിന്നെ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആക്ച്വലി ഫ്രിഡ്ജാണ് കേട്ടോ. അതായത് നല്ല കോൾഡ് സാധനങ്ങൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പറയണത്. പിന്നെ കപ്പ് ഹോൾഡർ സംഭവങ്ങൾ ഭയങ്കര എന്താ പറയാ കിടിലൻ സെറ്റപ്പ് കേട്ടോ. ഞാൻ ഗ്ലാസും ഇതിന്റെ ഇന്റീരിയേഴ്സും സംഭവങ്ങളൊക്കെ നോക്കി അമേസിങ് അല്ലേ. ഇതിന്റെ കാറിന്റെ ഫ്രണ്ട് വശം ബാക്ക് വശത്തേക്ക് കണ്ടോ, അത് വേറെ കിടിലം സെറ്റപ്പ് കേട്ടോ. നമുക്ക് ബിസിനസ് ക്ലാസ്സിലുള്ള അത്രയും ഗ്യാപ്പില്ല ഇതിനകത്ത്. ഈ കൺട്രോളർ അവൻ എടുത്തിട്ട് പ്രൊജക്ടർ അങ്ങോട്ട് ഓണാക്കി. അതോടെ this can we can watch movies over there. Yes. Also for privacy. And this one have a safe box. Nice. ഇത് സേഫ് ബോക്സ് അതിന്റെ പുറമെ പ്രൊജക്ടർ ഒക്കെ വന്നാണ്ടോ. ഫ്രണ്ടിലിരിക്കുന്ന ആളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വീഡിയോ കാണാം, സിനിമ വരെ കാണാൻ പറ്റട്ടെ. You can see the pure right top. Press this button, and when you see it behind, when you see it at back, if you want to talk something like very serious, in front the driver's seat wouldn't know what do you type. Oh, okay. Yes.
ഈ പ്രൈവറ്റ് ടോക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇവിടെ ഇരുന്ന ആൾ എന്ത് സംസാരിച്ചാലും ഫ്രണ്ടിലുള്ള ആൾക്ക് കേൾക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഇതിന്. Now also the seat have a massage stand there. നമുക്ക് സീറ്റിൽ മസാജ് സെറ്റപ്പ് വരെ കിട്ടുന്നില്ല. 您注意，座椅正在收起， നമുക്ക് 请 അവൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടോ സീറ്റ് കുന്ന് ഫ്രണ്ടിലെ സീറ്റ് പോയി ഇപ്പൊ എനിക്ക് 0 ഗ്രാവിറ്റി ഫീൽ കിട്ടുന്ന സംഭവം കേട്ടോ. അതായത് നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തിട്ട് കിടന്നാൽ മതി. സീറ്റിലും മസാജ് സെറ്റപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളിവിടെ കാണാൻ വന്നത്. ആക്ച്വലി ടെക്നോളജി ഒന്ന് അനുഭവിക്കാൻ വേണ്ടിട്ട് വന്നതിൽ ഒരു കാര്യം എന്തായാലും നടന്നു. ഹുവാവിയുടെ സ്റ്റോർ കാണാനായി. ഹുവാവിയിൽ ഞാൻ ആ കാറിനതൊക്കെ എനിക്കൊരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് ഒന്ന് ചെയ്യണം എന്നുള്ളത്. ഇറ്റ്സ് നൈസ്. ഭയങ്കര രസമുണ്ടല്ലോ. അതൊക്കെ ഭയങ്കര ടെക്നോളജിയാണ് അതിൻ്റെ അകത്ത് അവൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. വീഡിയോ എത്രത്തോളം നിങ്ങൾ കാണുന്ന നോക്കണ്ട. എക്സ്പീരിയൻസ് വാസ് ഗുഡ്. ഞാൻ ഇവിടെ ഒരു ഫുഡ് കോർട്ടിൽ വന്ന് അങ്ങനെ ഒരു ചൈനീസ് ഫുഡ് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവൻ ഇവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ നൂഡിൽസ് ആണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാവും പറഞ്ഞു. നൂഡിൽസ് വിത്ത് ബീഫൊക്കെ ആക്കിയിട്ട് ഉണ്ടാറുള്ള മച്ചാൻ അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. നോക്കണ്ട എന്തൊക്കെയാണ് കാണിക്കുന്നത്. എന്റെ അമ്മ വമ്പന ഇല. അത് കഴിഞ്ഞിട്ട് നൂഡിൽസ് ഉണ്ടാക്കണമൊക്കെ. നൂഡിൽസ് ചൂട് വെള്ളത്തിലിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിട്ടാ. നമ്മള് ചൈനീസ് ഫുഡ് കഴിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാണ്. അടച്ചോനറിയ എന്താവുന്ന തോക്കൽ തോലല്ലായിരിക്കണം. 29 യുവാനേ ഉള്ളൂ അതിന്. പക്ഷെ കണ്ടിട്ട് അത് കഴിച്ചു തീർക്കാൻ ടൈം എടുക്കും. നൂഡിൽസാ പറഞ്ഞു. പക്ഷെ നൂഡിൽസും ബീഫും ഇറമ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനമാണിത്. ഇപ്പോൾ അതിന് സോപ്പ് കുടിക്കാൻ ടേസ്റ്റ് ഉണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല മറ്റേക്ക്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇല്ല. കുറേ അലഞ്ഞു തിരിഞ്ഞിട്ടാ ആകെ ഇതായിട്ടുണ്ട്. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ഫൈനലി അങ്ങനെ നമ്മൾ DJയുടെ സ്റ്റോറിലും എത്തി. DJ സ്റ്റോറിൽ എന്തൊക്കെയാണല്ലോ നോക്കട്ടെ. ഞാൻ ഈ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് നമ്മൾ സ്റ്റെബിലിറ്റിയൊക്കെ വേണ്ടി ആദ്യം യൂസ് ചെയ്യുന്ന DJ ഗിംബൽ ആയിരുന്നു കേട്ടോ. പിന്നെ ഗിംബൽ കുറെ കാലം കഴിഞ്ഞിട്ട് Insta360 എടുത്തു. പിന്നാണ് ഞാൻ മറ്റേ ഇതിലേക്ക് മാറുന്നത്, നമ്മുടെ Action 4. ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന Action 4ലാണ്. അതൊക്കെ ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത് ഷാങ്ഹായ് എന്ന് പറയും, ഷെൻസൺ എന്ന് പറയും. അതായത് ചൈനയിലെ ഷെൻസണിലാണ്. അവിടെ ഞാൻ വരുന്നത് മെയിനായിട്ട് DJന്റെ സ്റ്റോറോട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് കണ്ടോ, ഞാൻ അന്ന് യൂസ് ചെയ്ത് 3 or 4 അങ്ങനെ ഡോസ്മോ. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ 8 മോഡലിൽ എത്തിയിട്ടുണ്ട്. 8ലേക്ക് എത്തിയപ്പോൾ എന്ത് വെച്ചാൽ ഈ ഒരു സാധനം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ കുറെ ടെക്നോളജി മാറി കേട്ടോ. എൻ്റെ ഒക്കെ ഗിംബലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങോട്ട് ഹൈറ്റ് ഒന്നുമില്ല, ഈ ഫിക്സഡ് ലെവലിൽ. പക്ഷെ ഭയങ്കര സ്റ്റെബിലിറ്റി, നല്ല പ്രൊഡക്ഷൻ ആണ് കേട്ടോ. പിന്നെ ആക്ഷൻ 5 Pro ഇറങ്ങി. അവരുടെ കയ്യിലുള്ളതാണ് 6 ഒക്കെ ഇറങ്ങി. എന്നോട് പറഞ്ഞ എൻ്റെ കയ്യിലുള്ളതാണ് ട്രേഡിങ് ചെയ്തിട്ട് അത് വാങ്ങിക്കുക, പ്രൈസ് കുറവാന്നൊക്കെ പറഞ്ഞത്. ഇവിടെ ആണെങ്കിൽ നമുക്ക് 9% ടാക്സ് ഒക്കെ റീഫണ്ട് കിട്ടും. പിന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് ഇവിടെ കുറച്ച് മൈക്സ് കാണാൻ പറ്റും കേട്ടോ. നല്ല നല്ല മൈക്സ്, ചെറിയ അഡാപ്റ്റേഴ്സ്, കുറെ ഹോൾഡർ സംഭവങ്ങൾ, ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതവിടെ ഫുള്ള് ഡ്രോണ് സെയിലിന് വെച്ചിട്ടുണ്ട്. പിന്നെ ഓസ്മോ പോക്കറ്റ്, അതുപോലെ ഇവരുടെ മെയിൻ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറാണ് കേട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ സ്കൈ സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, സ്കൈ സിറ്റി DJ. അവിടെ പക്ഷെ കയറണമെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു സ്റ്റാഫിന് ഇൻവിറ്റേഷനൊക്കെ കാണുമ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റുന്നവർ. ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം അതാണ്. അതാലോചിച്ച് നോക്കി നിങ്ങൾ, വേൾഡിലെ 70% ഡ്രോൺസ് ഉണ്ടാക്കുന്നത് ഇവിടുന്ന് ഷെൻസൺ. അതാണ് ഇതൊരു ഫ്യൂച്ചറിസ്റ്റ് ടെക് സിറ്റി എന്നൊക്കെ അറിയപ്പെടാനുള്ള കാരണം. ഹുവാവിയുടെ പ്രൊഡക്ഷൻ നടക്കുന്നത്, ഇത് നടക്കുന്നത് എല്ലാം ഷെൻസണിലാണ്. ഇതൊക്കെ ഡ്രോണെല്ലാം വെച്ച് ഹാങ് ചെയ്തിരിക്കുന്നത്. ഡ്രോൺ ഒരു പാർട്സ് ആക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതുവരുടെ ഒരു ഭയങ്കര ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്കൈ സിറ്റി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ബെറ്റർ. ചൈനയുടെ അഡ്വാൻസ് ടെക്നോളജി കാണണ്ടേ. നമുക്ക് ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോൺ വരും കേട്ടോ. അതാ വരുന്നത് കേട്ടോ. ഡ്രോണാണ് മക്കളെ ഡെലിവറി ചെയ്യുന്നത് അവിടെയൊക്കെ. ഇത് കണ്ടോ, നമ്മളൊരു ചെറിയ സാധനം ഓർഡർ ചെയ്താൽ പോലും നമുക്ക് ഡ്രോണാണ് ഡെലിവറി ചെയ്ത് തരാം. ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും. അപ്പോൾ പെർഫെക്റ്റ് ലാൻഡിങ് ആയിരിക്കും. എല്ലാവരും ഇത് കാണാൻ വേണ്ടി ഇവിടെ നിൽക്കാം കേട്ടോ. ഡ്രോൺ എങ്ങനെ ഡെലിവറി ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്. അത് ടാലന്റ് പാർക്കിലാണുള്ളത്, ഷെൻസൺ ടാലന്റ് പാർക്കിൽ. ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഇറക്കി വെക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളെ മൊബൈൽ നമ്പറിന്റെ ഒരു ലാസ്റ്റ് 4 digits ഉണ്ടാവും. അത് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫുഡ് എടുത്തിട്ട് കഴിക്കാൻ പറ്റും. ഫുഡ് വേസ്റ്റ് ഇവിടെ കളയാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അഡ്വാൻസ് ടെക്നോളജീസ് ബൈ ചൈന. ഇത് നമ്മളവിടേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ. പക്ഷെ ഇത് ഇവിടെ ഒരു പ്രതീക്ഷകാലമായിട്ടുള്ളതാണ് കേട്ടോ. WeChat സ്കാൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഈ മെയ്ത്വാന്റെ ആപ്ലിക്കേഷൻ മൊത്തത്തിൽ ചൈനീസിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ WeChat വഴി പോകാൻ പറയുന്നത്. മെയ്ത്വാൻ ഡയറക്റ്റ് ആണെങ്കിൽ നമുക്ക് ലാംഗ്വേജ് മനസ്സിലാവില്ല. പിന്നെ ഇത് സ്കാൻ ചെയ്യുന്നതോടെ ഈ ലൊക്കേഷൻ കറക്റ്റ് അവർക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഫുഡ് സെലക്ട് ചെയ്യുക, ഇവിടുത്തെ ലൊക്കേഷൻ ചൈനീസിൽ അതവിടെ കാണിക്കാതെ ആഡ് ചെയ്യുക. പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കുറച്ച് ടൈം എടുക്കും, കാരണം ഡ്രോൺ ഡെലിവറി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുത്ത് ഇവിടെ വന്ന് അത് നേരെ ഇതിനകത്ത് ഇപ്പോൾ കണ്ടമാര് ഡെലിവറി ചെയ്യും. എന്നിട്ട് നമ്മളൊരു ലാസ്റ്റ് 4 digits ഉണ്ട്, അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത്, അതാണ് നമ്മുടെ പാസ്വേഡ്, അത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഓപ്പൺ ആക്കാൻ പറ്റും. ഈ എൻട്രൻസ് വഴി വന്നാൽ മതി കേട്ടോ. ഷെൻസൺ തായ്ലൻഡ് വെസ്റ്റ് ഗേറ്റ് ആണെന്ന് തോന്നുന്നു പറയാം. ഇത് വരുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ആ ഉറ്റി സ്റ്റേഷൻ വരുന്നത്, അതിൻ്റെ ഡ്രോൺ ഡെലിവറിൻ്റെ. ഓക്കെ, മെയ്ത്വാൻ ഡ്രോൺ ഡെലിവറി എന്ന് അടിച്ചാൽ മതി. ഇവിടുന്ന് ഷെൻസൺ റിവർ, ഷെൻസൺ ബേയിലേക്ക് പോകാൻ പറ്റും. ഷെൻസൺ ബേ കൾച്ചറൽ സ്ക്വയർ എല്ലാം അടുത്തടുത്താണ്, നിയർ ബൈ. അങ്ങനെ നമ്മൾ അടുത്തൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ഡ്രൈവർലെസ് ടാക്സി. ഡ്രൈവർലെസ് ടാക്സിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതാ ഈ പോണി പൈ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ പോണി പൈലറ്റാണ് ഡൗൺലോഡ് ചെയ്ത്. ഇതിൽ ഞാൻ എൻ്റെ കാർഡ് ഓൾറെഡി ഞാൻ അവിടുന്ന് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ജസ്റ്റ് ഇവിടെ ഒന്നും വേറെ ബുദ്ധിമുട്ടുണ്ടായില്ല. സാധാരണ ഇതിനൊരു നമ്പർ വേണമെന്നാണ് പറയാറ്. ഇത് ആരാ നോക്ക്, നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിക്കണേ. നമ്മളെ പിക്ക് ചെയ്യാൻ വന്നാക്ക് ഡ്രൈവർ അല്ലേ മക്കളെ. യെസ്, എന്താ തുറന്ന് ഫ്രണ്ടിൽ തന്നെ കയറാം. Welcome on board. Bound for Shenzhen Bay. ഇവിടെ കയറാ, ഇതൊക്കെ വായിച്ചു നോക്കാം, എന്നിട്ട് നമ്മൾ കൊടുത്താൽ മതി. Please make sure your seatbelts securely fastened. നോക്ക് മച്ചാ, കൊണ്ടോണോ നോക്കി നമ്മളെ. ആകെ ഒരു സിമ്പിൾ ഡ്രൈവാണ് കാര്യം കേട്ടോ. ഈ ആപ്പ് ബുക്ക് ചെയ്തില്ലേ, ആപ്പ് എന്തോ ഭാഗത്തിന് പാസ്കോഡ് ഒന്നും അടിക്കേണ്ടി വന്നില്ല. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി വെച്ചാൽ മതി പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി ബ്ലൂടൂത്ത് കണക്ട് ആയിട്ട് ഇത് ഓപ്പൺ ആയി. വെറും 5 മിനിറ്റുള്ള ചെറിയ ഡിസ്റ്റൻസ് ഞാൻ ബുക്ക് ചെയ്ത് കേട്ടോ. വരാൻ കുറച്ച് ടൈം എടുത്തുന്നേ ഉള്ളൂ. പക്ഷെ കണ്ടോ, ബാക്കിലും 2 3 കയറാം, ആർക്ക് വേണമെങ്കിൽ കയറി ഇരിക്കുക. അതിൻ്റെ അകത്ത് ആള് നല്ല ഉഷാറായിട്ട് ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതാ നമ്മളെ ഡ്രോപ്പ് ഓഫ് ആവാനായി. കണ്ടോ, ലൈന് ഗ്ലാസ് ഒക്കെ സെറ്റാണ്, ലൈനൊക്കെ മാറി അങ്ങനെ പോകുന്നുണ്ട്. വളരെ ചെറിയ പ്രൈസ് മാത്രമേ ഉള്ളൂ അതിന്. അപ്പൊ വരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ മറക്കണ്ട. ക്യാമറ നോക്കുന്നുണ്ട്, ഞാൻ ജസ്റ്റ് അൺബക്കിൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനത് എനിക്ക് ഇവിടെ ഇറങ്ങാനുള്ള ലൊക്കേഷൻ എത്തിയെന്നാണ് പറയുന്നത്. എന്റെ ഡോറൊക്കെ ഓപ്പൺ ആയി. ഡോണ്ട് ഫോർഗെറ്റ് യുവർ ഐറ്റംസ്. ഓക്കെ, താങ്ക് യു. ടാറ്റ, ബൈ ബൈ. അങ്ങനെ എന്നെ ഇറക്കിയിട്ട് റോബോട്ട് പോയിട്ടാ. ആ കാറ് സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോയി നോക്കി. ഭയങ്കര ചീപ്പാണ് കേട്ടോ. അതായത് 12 ഇവിടുത്തെ രൂപയായിരുന്നു. ഫസ്റ്റ് ടൈം ആണ് 50% ഡിസ്കൗണ്ട്. 6 ചൈനീസ് യുവാനാണ്. അതായത് വെറും 3 ദിറംസിനാണ് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ട്. ഒന്നും നമുക്ക് എന്തായാലും ദുബായിൽ ഈ പ്രൈസിന് കിട്ടില്ല. ദുബായിലേക്ക് ഈ സംഭവം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, നമ്മൾ ട്രൈ ചെയ്യാൻ പറ്റിയില്ല. സ്പീഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. നമ്മൾ കയറൊരു എക്സൈറ്റ്മെന്റ് ആണ്, വേറെ ശ്രദ്ധിച്ചില്ല. ഇറ്റ് വാസ് നൈസ്. അങ്ങനെ നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വാക്യാങ് ബേ ലാർജ് മാർക്കറ്റ്, അതായത് വേൾഡിലെ 1 ഓഫ് ദ ലാർജ് ഇലക്ട്രോണിക് മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്ന മറ്റേ സ്പെയർ പാർട്സ് ഷോപ്പ് മാത്രം എന്നല്ല പറയണേ. ബമ്പൻ ബ്രാൻഡുകളായ Insta360 DJ മുതൽ എല്ലാവരുടെയും ഷോറൂം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിന് പറയുന്ന പേരാണ് വാക്യാങ് ബേ എന്നാണ് പറയുന്നത്. നേരെ മെട്രോ ആക്സസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഒരു ഗംഭീര മാളാണ്, ഓൺലി ഫോർ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് കേട്ടോ. എന്താ സെറ്റപ്പ് ആവശ്യമില്ല. ഡ്രോണിന്റെ ഹോൾസെയിൽ സെന്റർ അവിടെ. ഇവിടെ നിന്നാണ് നമ്മൾ വന്നിട്ട് സാധനങ്ങളൊക്കെ ആളുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. കുറേ ഡിഫറെന്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ അത് നോക്കി വാങ്ങണം. ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിലില്ലാതെ പോയ ടൈമാണ്. അവിടെ സ്റ്റേ ചെയ്യായിരുന്നെങ്കിൽ ഇറ്റ് ക്യാൻ ബി സൂപ്പർ. ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ അവള് 50 തരാമെന്നാണ് പറയുന്നത്. 20 ദിറംസ് ആ റേഞ്ചിൽ. പിന്നെ ഇത് നമ്മൾ മറ്റേ മിനി ക്യാമറ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫുള്ള് എല്ലാത്തിനും പല ടൈപ്പ് ഓപ്ഷൻസ് വരെ തന്നെ ഉണ്ടോ. ബാർഗെയിൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ പ്രൈസ് ഒന്നും ഇല്ല, നമ്മൾ പറഞ്ഞെടുത്ത പ്രൈസ്. പക്ഷെ തീരെന്ന് പറഞ്ഞാൽ തീരെ ടൈമില്ലാത്ത അവസ്ഥയായിപ്പോയി. 5 മണി. ഇതൊക്കെ നമ്മളെ ഇവിടെ വെച്ചിട്ട് ചെയ്യുന്ന മസാജ് ഇതല്ല, ഈ സാധനം. നമ്മളെ തെന്നൂല് കാണുന്ന പല ഐറ്റംസും ഉണ്ടോ. ഗംഭീര മസാജറാട്ടോ. ഇതെല്ലാം 50 ദിറംസ് ആട്ടോ പറയണേ. അത് ചോദിച്ചാൽ ഇനിയും കുറയും. എൻ്റെ അടുത്തുള്ള ഗംഭീര സാധനങ്ങളാട്ടോ അതൊക്കെ. ഇത് വേറെ ലോകം. സാധനങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഇവരുടെ അടുത്ത് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്, കുറെ പ്രൊഡക്ട്സ് ഉണ്ട്. ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേറൊരു മാർക്കറ്റ്. ഓരോന്നിനും ഓരോ ഏരിയാസ് ഉണ്ട്. ചെറിയ ചെറിയ ഷോപ്പിലൊക്കെ തന്നെ വൻ സെയിലായിരിക്കും ചിലപ്പോൾ. ഇതൊക്കെ ഇവരുടെ സാമ്പിൾ വെച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് എത്ര വേണമെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങാം, കൊണ്ടുപോകാം. നമ്മുടെ IT റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ചിപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടോ ഫുള്ള് ഇവിടുന്ന് പോകുന്നത്. ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പല പ്രൊഡക്ട്സും ഉണ്ടാക്കി നോക്കാട്ടോ. ഒരു ലോകം.
Yes, I really wanted to show many of the items, but unfortunately time ഇല്ല. എനിക്ക് തോന്നുന്നത് ഞാൻ വേറെ 1-2 സ്ഥലം മോർണിംഗ് ഒക്കെ സ്കിപ്പ് ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു തോന്നുന്നത്. എൻ്റെ കുറെ പൈസയും പൊട്ടിയാണ്, പക്ഷെ ലോഡ് ഓഫ് ഐറ്റംസ് കേട്ടോ. പക്ഷെ വാങ്ങുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇതൊരു പക്ഷേ തെമ്മൂലും കാര്യങ്ങളും ഇതിന് ചീപ്പ് കിട്ടുമോ എന്നുള്ളതൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവലുണ്ട്. കാരണം ഇവർ നമ്മുടെ അടുത്ത് കുറച്ച് പ്രൈസ് പറയുന്നതായിരിക്കും. ബട്ട് എന്താ പറയുക, പ്രോഡക്റ്റ് വൈസ് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്, വെറൈറ്റി സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ പലതും കാണുന്ന പ്രൊഡക്ട്സ്, ഇത് നമ്മളെ ഒരു ഗൾഫ് ബസാറിന്റെ അപ്ഡേറ്റഡ് വേർഷൻ തന്നെ പറയണം. അങ്ങനത്തെ കുറെ ചെറിയ ഷോപ്പുകൾ ഇഷ്ടം പോലെ പ്രൊഡക്ട്സും. നമ്മൾ രാവിലെ 8 മണിക്കൂർ ലഗേജ് വെച്ച് പോയിണ്ടായിരുന്നില്ലേ, ഇവിടെ വന്നിട്ട് തിരിച്ച് ആലിപ്പേ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് അതിൽ നമ്മൾ ഇത് തീർന്ന് കാണിച്ചു കൊടുക്കുക, ഇവിടുത്തെ സ്ഥലം സ്കാൻ ചെയ്യുക. അപ്പൊ അവര് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വേണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡോർ ലോക്കർ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് അടച്ചു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി നമ്മൾ അതിൻ്റെ അകത്ത് ലഗേജ് എടുത്ത് പുറത്തേക്ക് വെച്ചു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടോ, കാരണം ഇന്ന് എനിക്ക് റൂം ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ല, ഫുള്ള് ഫാൻ ഫ്രീ ആയിട്ട് പോകാൻ പറ്റി. ലഗേജ് ഒക്കെ എടുത്തിട്ട് നേരെ ഇനി അടുത്ത സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട് നമുക്ക് ട്രെയിൻ കയറിയിട്ട് ഷാൻജിയാദിലേക്ക് പോകാനുള്ളതാണ്. ഓടിപ്പിടിച്ച് ചൈനയിൽ നിന്ന് ഓടിപ്പിടിച്ചെത്തിയതാണ് ചൈനയിൽ. നമ്മൾ അടുത്ത ട്രെയിൻ ഇപ്രാവശ്യം സ്ലീപ്പർ ടൈപ്പാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ സ്ലീപ്പറിൽ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടോ എന്ന് കാണിച്ചാൽ ഉണ്ട്. 12 നമ്മുടെ നാട്ടിലെ കാര്യത്തിന് ലോവർ ഉണ്ട്, മിഡിൽ ഉണ്ട്, ബെർത്ത് ഉണ്ട്, അതുപോലെ ഫുൾ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. തലേണടക്കം എല്ലാ സംഭവം തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് ഫുഡ് ചെയ്യാനുള്ള സെറ്റപ്പ് സെപ്പറേറ്റ്, ഇതൊരു വെറൈറ്റി ആയിട്ടാണ്. അത് നമ്മളിവിടെ RC ആയിട്ട് കൊടുക്കുന്ന സീറ്റ്സ് ഇല്ലേ, അതും കൂടി അവർ ഇങ്ങോട്ടാക്കിയിട്ട് സീറ്റ്സ് ആക്കിയിട്ട് ഇവിടെ കിടക്കാനുള്ള സെറ്റപ്പ് മാത്രം ആക്കിയിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഒരു സെറ്റപ്പ് കേട്ടോ. ഒരു ബോഗിയിൽ അത്യാവശ്യം കുറേ ആൾക്കാരുണ്ട്. ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ഒരുപാട് ബോഗീസ് ഉണ്ട്. ഓടി കൊണ്ട് ഇങ്ങനെ ആകെ വേർത്ത് കുളിച്ചു പോയി. ഈ ട്രെയിന് ഷാൻജിയിലേക്ക് പോകുന്നത്. അപ്പം എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ട്രാൻസ്ഫർ ഉണ്ട്, 14 മണിക്കൂറുണ്ട് മൊത്തം. പക്ഷെ ഒരു ഓവർനൈറ്റ് ഞാൻ എടുത്തതാണ്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ ഒരു സ്റ്റേ ഒഴിവാകുകയും ചെയ്യും. നാളെ രാവിലെ ആകുമ്പോൾ ഞാൻ അവിടെ എത്തുള്ളൂ. പിന്നെ കിടന്നിട്ട് പോകാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. Hi Brian, we got a friend in China who speak good English. He's actually a financial genius. ഫിനാൻസ് പ്ലസ് ടെക്നോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാട്ടോ. എനിക്ക് തോന്നുന്നു എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ കിട്ടിയപ്പോൾ അവർക്ക് കുറച്ച് ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ളതെല്ലാം എൻ്റെ അടുത്തൊന്ന് കുറേ സംസാരിച്ചു. നമുക്ക് ഇതിൻ്റെ അകത്ത് 1-2 പ്രാവശ്യം ഫുഡ് വന്നു പോയി, അതേ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് അത്ര ഓപ്ഷൻസ് ഇല്ല. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റേഷൻ നിർത്താണ്ടോ, നമ്മുടെ നാട്ടിലെ പോലെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പോയി വാങ്ങിക്കുന്ന പരിപാടിയൊന്നുമില്ല. സോ ഫുഡ് എടുത്തിട്ട് വേണം കയറാൻ. ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് കൊണ്ടുവരികയാണെങ്കിൽ അതാണ് ബെറ്റർ. സ്റ്റേഷൻ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന ആൾക്കാർ കൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ ഭയങ്കര ടൈം ബീങ് ആൾക്കാരാണ്. 10 o'clock ആകുമ്പോഴേക്ക് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് കിടക്കും. നമുക്ക് നാളെ രാവിലെ വരെ നല്ല ഉറങ്ങാനുള്ള സമയമുണ്ട്. ഭാഗ്യത്തിന് ബെർത്തും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. റൈസ്, എഗ് ആൻഡ് ദിസ് യൂസ്ഡ് ഫുങ്കസ് ആൻഡ് സിസ്റ്റോഫോ എന്താറില്ല, സോയാബീനും അങ്ങനെ എന്തൊക്കെയായിട്ടുള്ള ഫുഡാണ്. 25 യുവാനാണ് അതിനകത്ത് ചാർജ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ ഫുഡ് അടിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ട്രെയിനിൻ്റെ സീൻസ് കാണിച്ചു. രാവിലെ നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ എടുത്ത് ഷെൻസനിൽ വന്നു. ഷെൻസനിൽ കുറച്ച് ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ പാളിപ്പോയി. ബട്ട് അത് വിചാരിച്ച കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഒന്ന് കയറാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇലക്ട്രോണിക് മാർക്കറ്റിലാണ് കൂടുതൽ സമയം കിട്ടാത്തുള്ളൂ. പിന്നെ എനിക്ക് മിസ്സായ കുറച്ച് സ്ഥലങ്ങളിൽ ഞാൻ ഇവിടെ കാണിച്ചിരുന്നു. നിങ്ങൾക്ക് വേണം അതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പ്ലാനിനനുസരിച്ച് ഷെൻസൻ എന്തായാലും വെച്ചോളൂ. ഷെൻസനിൽ ഞാൻ പറഞ്ഞില്ല ഒരുപാട് റോബോട്ടിക് സംഭവങ്ങളുണ്ട് കേട്ടോ, ഹ്യൂമൻ റോബോട്ട്സും സംഭവങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പോകുന്ന ടിക്കറ്റ് ഞാൻ trip.com എന്നാണ് എടുത്തത്. ഇത് കണക്ഷനാണ്. ചങ്കുടു പോയി ഇറങ്ങും, ചങ്ദ അങ്ങ് പോയി ഇറങ്ങും. അവിടുന്ന് ജൻജിയയിലേക്കാണ് പോകുന്നത്. സോ ഏകദേശം 220 dirhams ആയിട്ടുണ്ട്. ഫ്ലൈറ്റിന് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലൈറ്റ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആകെ ആഴ്ച 1 പ്രാവശ്യം 2 പ്രാവശ്യം അങ്ങനെ ഉള്ളൂ. പിന്നെ 400 dirhams മുകളിലൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് പിന്നെ അതിൻ്റെ പുറമെ ഒരു 1 night നമുക്ക് സ്റ്റേ ഒഴിവാക്കാൻ പറ്റും. സോ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്നത്തെ Day 2 വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഉറങ്ങി വെച്ചിട്ട് ബാക്കി നെക്സ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ബൈ.